ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രിവ്യൂവിൽ കണ്ട പോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ട്രാൻസിഷനാണ്. ഈ ഒരു ട്രാൻസിഷൻ്റെ പേരെനിക്കറിയില്ല. നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക, റേഷ്യോ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഞാൻ 2 ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ 2 ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബിറ്റുമില്ലായിട്ടൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് അപ്പുറത്തോട്ടും അതുപോലെ തന്നെ ഇപ്പുറത്തോട്ടും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ആക്ച്വലി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കറക്റ്റ് റേഷ്യോ അല്ല ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ സൂം ചെയ്തിട്ടേക്കാണ്. അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് മാസ്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ കൊണ്ടുവന്നിടുക. ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ഫുൾ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ഫുൾ സ്ക്രീൻ കൊടുത്തിട്ട് ജസ്റ്റ് ആ റെക്റ്റാങ്കിൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എൻഡിങ്ങിൽ വരെ ആക്കി കൊടുക്കുക. ഇനി ഒരു മിഡിൽ മാർക്ക് വന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു ലെയറും ഒരു ബേസ് ലെയറും ഒരു റെക്റ്റാങ്കിളും എടുക്കുക, ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി റിമൈനിങ് ആയിട്ട് നിൽക്കുന്ന ബേസ് ലെയറും ഒരു റെക്റ്റാങ്കിളും കൂടെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുമ്പം കറക്റ്റ് റേഷ്യോ ആവും. ഓക്കെ, ആ റേഷ്യോയിലോട്ട് കട്ട് ചെയ്ത് കിട്ടും. ഞാൻ ബേസിക്കായിട്ടൊരു ട്രാൻസിഷൻ ആഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ടൈം ലാപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കിതിപ്പോൾ അറിയാമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക, സ്കെയിൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു കീ ഫ്രെയിം ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, കുറച്ച് കംപ്ലീറ്റ് 0 ആവുന്ന വരെ കൊടുക്കുക. ഈ സെക്കൻഡ് കീ ഫ്രെയിം വന്നിട്ട് ജസ്റ്റ് മാക്സിമം എല്ലാ ഭാഗവും കവറാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ഒരു ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ തൽക്കാലം ഈ ഒരു ഗ്രാഫാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു സർക്കിൾ കറക്റ്റ് ഈ ഒരു ഡ്യൂറേഷൻ വരെ ആക്കിയിട്ട് ട്രിം ചെയ്യുക. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാത്തൊരു ലെയറും ഈ ഒരു സർക്കിളും കൂടി തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും. ഇനി ഈ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. ബോർഡേഴ്സ് ആൻഡ് ഷാഡോസിൽ പോയിട്ട് ഈ സെക്കൻഡ് ഷാഡോ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ആദ്യം തന്നെ താഴെ പൊസിഷൻ 3 ആയിരിക്കും കിടക്കുക. അത് ജസ്റ്റ് 0 ആയി കൊടുക്കുക. ഇനി സൈസ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കിനി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് ഇനി കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു XML ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ.